ഹായ് ഹലോ മിഷനി ഹിയർ. ഇന്ന് നമ്മൾ നോക്കുന്ന ടോപ്പിക്ക് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആ മനസ്സിലുദ്ദേശിക്കുന്ന വ്യക്തി, ഒരു വ്യക്തിനെ മനസ്സിലുദ്ദേശിച്ചിട്ടായിരിക്കുക നിങ്ങൾ വീഡിയോ കാണേണ്ടത്. നിങ്ങളെ വിട്ടുപോയ ആ വ്യക്തി അവർക്കിപ്പോൾ വേറൊരു ബന്ധമുണ്ടോ എന്നൊരു ടോപ്പിക്കിലാണ് നമ്മളിന്ന് വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ തികച്ചും ഫ്രീ ആയിട്ടുള്ള ഒരു സ്ഥലത്തിരിക്കുക, നല്ലപോലെ ബ്രീത്ത് ഇൻ ചെയ്യുക, ബ്രീത്ത് ഔട്ട് ചെയ്യുക, നല്ല രീതിയിൽ ആ വ്യക്തിനെ പറ്റി ചിന്തിക്കുക, നിങ്ങളും ആ വ്യക്തിയായിട്ടുണ്ടായിരുന്ന റിലേഷൻഷിപ്പ് കാര്യങ്ങളൊക്കെ ചിന്തിക്കുക. വീഡിയോ പൂർണ്ണമായിട്ടും കാണാം. ഓക്കെ, ഇത് ജനറൽ റീഡിംഗ് ആണ്. നിങ്ങളുടെ സാഹചര്യങ്ങളായിട്ട് റെസനേറ്റ് ആകുന്നുണ്ടാകാം, പക്ഷെ ഒരിക്കലും നിങ്ങളുടെ ആക്യുറേറ്റ് റീഡിംഗ് അല്ല. നിങ്ങളുടെ ഒരു പേഴ്സണൽ റീഡിംഗ് എടുക്കുമ്പോൾ മാത്രമാണ് വ്യക്തമായ എനർജി അറിയാൻ സാധിക്കൂ എന്ന് മനസ്സിലാക്കുക. നമ്മുടെ മറ്റേ സെക്കൻഡ് ചാനലിൽ മിഷാനി 111 ടാരറ്റിൽ നമ്മൾ നിങ്ങളെ മനസ്സിലുദ്ദേശിക്കുന്ന വ്യക്തി നിങ്ങളിൽ നിന്ന് എന്താണ് പ്രതീക്ഷിക്കുന്നത് എന്നൊരു ടോപ്പിക്കിൽ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് അത് സബ്സ്ക്രൈബ് ചെയ്ത് കാണാം. സബ്സ്ക്രൈബ് ചെയ്തവരാണെങ്കിൽ നിങ്ങൾക്ക് ആ വീഡിയോസിൽ പോയി കാണാവുന്നതാണ്. ഇതിൽ പറയുന്ന ഒരു കാര്യങ്ങളും നിങ്ങൾ ഫോഴ്സ് ചെയ്യണ്ട എന്ന് ഞാൻ വീണ്ടും പറയുന്നു. പിന്നെ നമുക്ക് പേഴ്സണൽ റീഡിംഗ് അവൈലബിൾ ആണ്. നമുക്ക് ജസ്റ്റ് താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ ഹായ് എന്ന് അയച്ചാൽ നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് കിട്ടും. നിങ്ങൾ അതിലൊരു പ്ലാൻ തിരഞ്ഞെടുത്ത് പണം അടയ്ക്കുകയാണെങ്കിൽ 24 അവേഴ്സിനുള്ളിൽ നിങ്ങളെ ഞാൻ അങ്ങോട്ട് തിരിച്ചു വിളിക്കും. അതിന് നിങ്ങൾക്ക് റീഡിങ് കിട്ടും. ഓക്കെ, നമ്മൾ നെഗറ്റീവും പറയും പോസിറ്റീവും പറയും കേട്ടോ. സന്തോഷിപ്പിക്കുന്ന പരിപാടിയല്ല. നിങ്ങളുടെ ആ ചോദ്യത്തിന് എന്താണോ കാർഡിൽ വരുന്നത് അതാണ് പറയുന്നത്. താല്പര്യമുള്ളവർ മാത്രം വന്നാൽ മതി. നമ്മൾ ലിമിറ്റഡ് ആയിട്ടുള്ള റീഡിങ്സ് മാത്രമേ എടുക്കുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ റീഡിങ്ങിലോട്ട് പോവാം. നിങ്ങൾ ആ മനസ്സിൽ ഉദ്ദേശിക്കുന്ന വ്യക്തി, ഈ ആ ഒരു വ്യക്തിയായിട്ട് നിങ്ങൾ ചിലപ്പോൾ റിലേഷൻഷിപ്പിലായിരിക്കാം, വിവാഹേതര ബന്ധമായിരിക്കാം, പ്രണയമായിരിക്കാം, എന്തും ആവാം. ഓക്കെ, ഫ്രണ്ട്ഷിപ്പ് എല്ലാം ഉണ്ടാവാം. ആരെ വിചാരിച്ചു വേണമെങ്കിൽ നിങ്ങൾക്ക് ആ വീഡിയോ കാണാം. ആ വ്യക്തിക്ക് ഇപ്പോൾ വേറൊരു ബന്ധമുണ്ടോ എന്നൊരു ടോപ്പിക്കിലാണ് നമ്മൾ വീഡിയോ നോക്കുന്നത്. ഓക്കെ, അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചെയ്യുക. എന്നാൽ മാത്രമാണ് നോട്ടിഫിക്കേഷൻസ് കാര്യങ്ങളെല്ലാം വീഡിയോസ് അറിയാൻ പറ്റുള്ളൂ. മറ്റേ ചാനലിൽ നമ്മൾ ഒരുപാട് വീഡിയോസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അത് സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചെയ്യാം. എങ്കിൽ മാത്രമേ ഇതെല്ലാം വീഡിയോസ് നിങ്ങളിലേക്ക് എത്തുള്ളൂ എന്നാണ് പറയുന്നത്. താല്പര്യമുള്ളവർ മാത്രം ചെയ്യാം. അപ്പോൾ നമുക്ക് നേരെ റീഡിങ്ങിലോട്ട് പോവാം. ഓക്കെ, നമ്മളൊരു 12 കാർഡ് എടുത്തിട്ടുണ്ട്. 12 കാർഡിൽ ഇതിൽ ഓരോ കാർഡിലും വരുന്ന കാര്യങ്ങൾ എന്താണ് എന്ന് ഞാൻ പറയാം. 4 എന്നൊരു നമ്പർ വരുന്നുണ്ട്, 3 എന്നൊരു നമ്പർ വരുന്നുണ്ട്, 7 എന്നൊരു നമ്പർ വരുന്നുണ്ട്, 6 എന്നൊരു നമ്പർ, 5 എന്നൊരു നമ്പർ, 15 എന്നൊരു നമ്പർ വരുന്നുണ്ട്, 2 എന്നൊരു നമ്പർ വരുന്നുണ്ട്, 5 റിപ്പീറ്റ് ആവുന്നുണ്ട്, 7 റിപ്പീറ്റ് ആവുന്നുണ്ട്, 3 എന്നൊരു നമ്പർ വരുന്നുണ്ട്. പിന്നെ ക്യാൻസർ, അതേപോലെ തന്നെ ലിയോക്ക് റിപ്പീറ്റ് ആയിട്ട് വരുന്നുണ്ട്, കാപ്രിക്കോൺ റിപ്പീറ്റ് ആവുന്നുണ്ട്, അക്വേറിയസ് റിപ്പീറ്റ് ആകുന്നുണ്ട്, ടോറസ്, ഏരീസ്, അക്വേറിയസ് പിന്നെ റിപ്പീറ്റ് ആകുന്നു, വിർഗോ, ലിയോ, ഏരീസ്. ഓക്കെ, ഏരീസൊക്കെ റിപ്പീറ്റ് ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇത്തരം കാർഡുകളാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഇത്രയും ഈ പറഞ്ഞ നമ്പേഴ്സ് അല്ലെങ്കിൽ ആ സോഡിയക് സൈനൊക്കെ നിങ്ങളുടെ വ്യക്തിയുടെയോ ചിലപ്പോൾ ഇത്രയും ഡേറ്റോ കാര്യങ്ങളൊക്കെ സാധ്യതകൾ, എന്തെങ്കിലും സാഹചര്യങ്ങൾ അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന ഇതിൽ എന്തെങ്കിലുമൊക്കെ സിമിലാരിറ്റീസ് ഉണ്ടോ എന്ന് നോക്കാം. ഓക്കെ, ഇപ്പോൾ ഈ ഒരു വ്യക്തിയായിട്ട് നിങ്ങൾ നോ കോൺടാക്റ്റ് ആയിരിക്കാം, ബ്രേക്കപ്പ് ആയിരിക്കാം, ലെസ് കമ്മ്യൂണിക്കേഷൻ ആയിരിക്കാം, ജാതി, മതം, സമൂഹത്തിലെ ഉയർച്ച താഴ്ച നിലവാരങ്ങൾ, അങ്ങനെ ഒരുപാട് ഇഷ്യൂസ് ഒരു ബന്ധത്തിൽ എന്തൊക്കെയാണ് ഉണ്ടാകുന്നത് അതെല്ലാം, ട്രസ്റ്റ് ഇഷ്യൂ എല്ലാം ഉണ്ടാകാം. ഏത് തരത്തിലുള്ള ബന്ധമുള്ളവർക്ക് ഈ വീഡിയോ കാണാം. നമ്മുടെ കണ്ടന്റ് ഇത്രയേ ഉള്ളൂ. നിങ്ങളെ വിട്ടുപോയ അവർക്ക് ഇപ്പോൾ വേറൊരു ബന്ധമുണ്ടോ എന്ന് നമ്മൾ കുറച്ച് കാർഡ് ഇട്ടാണ് നോക്കുന്നത്. ആ കാർഡിൻ്റെ എനർജിയാണ് പറയുന്നത്. ഓക്കെ, ബന്ധമുണ്ടോ എന്ന് ചോദിച്ചാൽ യെസ് എന്നാണ് മറുപടി. കൂടുതലും കാർഡുകൾ കാണിക്കുന്നത് അത്തരത്തിലാണ്. നിങ്ങളുടെ ബന്ധത്തിൽ നിന്ന് ഇവർ പോകാനുള്ളൊരു കാരണം എന്നൊക്കെ പറയുകയാണെങ്കിൽ അധികാരം, ആധിപത്യം, ഇത്തരം കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പിൽ, നിങ്ങളും ഈ വ്യക്തിയായിട്ടുണ്ടായിരുന്ന റിലേഷൻഷിപ്പിൽ ഉണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ നിങ്ങളുടെ ആ ക്വസ്റ്റ്യന് ഉത്തരം തന്നു. നിങ്ങളെ വിട്ടുപോയ അവർക്ക് ഇപ്പോൾ വേറൊരു ബന്ധമുണ്ടോ എന്ന് ചോദിച്ചാൽ യെസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഏതൊരു റിലേഷൻഷിപ്പിലാണ്, ഏതൊരു കണ്ടീഷനിലാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഇരിക്കുന്നതെന്ന് നമുക്കറിയില്ല. ഏതൊരു സാഹചര്യമാണെങ്കിലും അവർക്ക് മറ്റൊരു ബന്ധമുണ്ടോ എന്ന് നമ്മൾ ചോദിക്കുമ്പോൾ യെസ് എന്നാണ് വരുന്നത്. നിങ്ങളുടെ ബന്ധത്തിലെ ഇഷ്യൂസ് ഇതിൽ ഞാൻ പറയാം. അധികാരം, ആധിപത്യം സ്ഥാപിക്കൽ കാര്യങ്ങളൊക്കെ ഉണ്ടാകാം. ഒരു അച്ചടക്കമില്ലായ്മ, നല്ല രീതിയിലായിരിക്കില്ല ഒരു ബന്ധം പോകുന്നത്. പണ്ട് നിങ്ങൾ പരിചയപ്പെട്ടപ്പോൾ നല്ല രീതിയിലൊക്കെ ആയിരിക്കാം, പിന്നീട് അങ്ങോട്ടൊരു ബന്ധം വഷളായി ഭയങ്കരമായിട്ടൊരു പരുക്കമായിട്ടുള്ളൊരു റിലേഷൻഷിപ്പിലോട്ട് വന്നുകൊണ്ടിരുന്നു. സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ടായിരിക്കാം, അല്ലെങ്കിൽ ആ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടായിരിക്കാം, പണത്തിന് വേണ്ടിയിട്ടായിരിക്കാം, അങ്ങനെ എന്താണോ അവരുടെ എന്താണോ താല്പര്യം അതിന് വേണ്ടിയിട്ട്, ലൈംഗികത, അങ്ങനെ എന്തും ആവാം. അത്തരം കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമായിരിക്കും ആ ഒരു ബന്ധം സംഭവിച്ചത്.
അല്ലെങ്കിൽ നിങ്ങൾക്കിടയിൽ ഇതൊക്കെ ഉണ്ടായിട്ടുണ്ടാകാം. ഓക്കെ. പിന്നെ നെക്സ്റ്റ് കാർഡ് ഇതേപോലെ തന്നെ പറയുന്നത്, നിങ്ങളുടെ ഒരു ബന്ധത്തിൽ ഒരുപാട് അവസരങ്ങൾ നിങ്ങളെ ആ മനസ്സിൽ ഉദ്ദേശിക്കുന്ന വ്യക്തിക്ക് ഈ ഒരു സമയം വരുന്നുണ്ടാകാം. നിങ്ങളായിട്ട് റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്ന സമയത്ത് അവർക്ക് അതേപോലെ തന്നെ ഉണ്ടായിട്ടുണ്ടാകാം. അല്ലെങ്കിൽ അവരുടെ അത്തരത്തിലുള്ള മറ്റു ബന്ധങ്ങൾ നിങ്ങൾ പിടിക്കപ്പെട്ടപ്പോഴായിരിക്കും നിങ്ങളുടെ റിലേഷൻഷിപ്പ് തന്നെ മാറിപ്പോയിട്ടുള്ളത്. ഓക്കെ. അല്ലെങ്കിൽ മറ്റു ഫോട്ടോസോ സീക്രട്സോ എന്തെങ്കിലും അവർ മറച്ചു വെച്ചിരുന്ന എന്തെങ്കിലും കാര്യങ്ങൾ, ഒരു ചതി വഞ്ചന അത്തരത്തിലുള്ള കാർഡ് കാര്യങ്ങളെല്ലാം തന്നെ ഇതിൽ പറയുന്നുണ്ട്. ചതി വഞ്ചന, എന്തെങ്കിലും കാര്യങ്ങൾ മറച്ചു വെക്കൽ, എല്ലാ കാര്യങ്ങളും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവില്ല. ഒരു വഞ്ചനയുടെയൊക്കെ അത്തരം ഒരു കാര്യത്തിലായിരിക്കാം നിങ്ങൾ ഈ വ്യക്തിയായിട്ട് ഇപ്പോൾ ഒരു നോ കോണ്ടാക്ട് ബ്രേക്കപ്പ് ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ടായത്. ഈ ഒരു സമയം നിങ്ങൾക്കോ അവർക്കോ പരസ്പരം അസൂയ കാര്യങ്ങളൊക്കെയാണ് ഉണ്ടാകുന്നത്. എല്ലാം നഷ്ടപ്പെട്ട ഒരു അവസ്ഥ. ഓക്കെ. ആ വ്യക്തി ഒരു പരിക്കമായിട്ടുള്ളൊരു ഭാവത്തിലാണ് ഈ ഒരു റിലേഷൻഷിപ്പ് നിൽക്കുന്നത് എന്ന് തന്നെ പറയാം. ഒട്ടും നിങ്ങൾ മുഴുവനായിട്ടൊരു നോ കോണ്ടാക്ട് തന്നെ ആയിരിക്കാം. ഒട്ടും കണക്ഷനോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടാവില്ല. ഒരു വഴക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടായിരിക്കും ഈ ഒരു ബന്ധം ഇത്തരത്തിലായത്. അതും ഇതിനെ ചൊല്ലി ഇത്തരത്തിലുള്ള കാര്യങ്ങളെ ചൊല്ലി തന്നെയായിരിക്കാം. സ്വാർത്ഥ താല്പര്യങ്ങൾ, അവരുടേതായ കാര്യങ്ങൾ മാത്രം. ഓക്കെ. ഈ വ്യക്തി, ഏതെങ്കിലും ഒരു വ്യക്തി പണത്തിന് പിറകെ ഓടുന്നൊരു വ്യക്തിയായിരിക്കാം. പണം മാത്രമായിരിക്കാം, അവരുടെ പണവും സ്റ്റാറ്റസും പ്രശസ്തി അത്തരം കാര്യങ്ങൾ മാത്രം നോക്കി നിങ്ങൾ ഉപേക്ഷിച്ചു പോയ വ്യക്തിയായിരിക്കാം ഇവർ. അല്ലെങ്കിൽ ചിലപ്പോൾ ഇവർ അത്തരം ഒരു മെൻറ്റാലിറ്റി ഉള്ള ഒരാളായിരിക്കും, അതിന് പുറകെ മാത്രം ഓടുന്നൊരു വ്യക്തിയായിരിക്കാം. അതായിരിക്കും അവരുടെ മെയിനായിട്ടുള്ളൊരു അജണ്ട. അല്ലെങ്കിൽ നിങ്ങളുടെ ഈ ഒരു ബന്ധത്തിൽ ഭയങ്കരമായിട്ട് ബോറടിച്ചു പോയിട്ടുണ്ടാകാം. ഇനി ഈ ഒരു ബന്ധം എപ്പോഴും വഴക്കും ഈ തേർഡ് പാർട്ടി സിറ്റുവേഷൻസും അതും ഇതും എന്താ പറയുക ഓൺ ആൻഡ് ഓഫ് ഒക്കെ ആയിരിക്കും. എപ്പോഴും വഴക്കും തല്ലെങ്കിൽ തന്നെയായിരിക്കും. ഒട്ടും ചേർന്ന് പോകാത്തൊരു ബന്ധത്തിന് നമ്മൾ കൂട്ടിച്ചേർത്ത് നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന ഇഷ്യൂസ്, അങ്ങനെ അത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാകും. സ്റ്റക്കായ ഒരു അവസ്ഥ, അത്തരൊരു സാഹചര്യത്തിലായിരിക്കാം. ചിലപ്പോൾ അവർ നിവൃത്തികേട് കൊണ്ടായിരിക്കാം, നിങ്ങളുടെ കുറേ കാര്യങ്ങൾ അംഗീകരിക്കാൻ പറ്റാതെ ആയിരിക്കും ആ വ്യക്തി നിങ്ങളിൽ നിന്ന് വിട്ടുപോയത്. ഓക്കെ. രണ്ടുപേരുടെ സൈഡിലും തെറ്റുകൾ ഉണ്ടാകാം. ഒരു സ്റ്റക്കായി നിൽക്കുന്ന ഒരു അവസ്ഥയായിരിക്കാം. ആ ഒരു സമയത്തായിരിക്കും അവർ മറ്റൊരു ഇതിലോട്ട് പോയാൽ അപ്പോൾ അവർക്ക് ആ സമയത്ത് കംഫർട്ടായിട്ടുള്ളൊരു റിലേഷൻഷിപ്പ് സംഭവിച്ചിട്ടുണ്ടാകാം. അതിലോട്ട് അവർ പതിയെ മാറിപ്പോയിട്ടുണ്ടാകാം. നമ്മളിപ്പോൾ ഈ വിവാഹേതര ബന്ധം എന്നൊക്കെ പറയുന്ന പോലെ തന്നെ നമ്മൾ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ പ്രസൻറ്റ് റിലേഷൻഷിപ്പിൽ നിന്ന് കിട്ടാതാകുമ്പോഴാണ് മറ്റ് റിലേഷൻഷിപ്പിലോട്ട് പോകാനുള്ളൊരു സാധ്യത അല്ലെങ്കിൽ സാഹചര്യങ്ങളാകാം. അപ്പോൾ അത്തരം കാര്യങ്ങൾ കൊണ്ടായിരിക്കാം, പണത്തിനോടൊക്കെ ഒരു താല്പര്യം, അത്തരം കാര്യങ്ങൾ കൊണ്ടായിരിക്കും അവർ അങ്ങോട്ട് പോയിട്ടുള്ളത് എന്ന് മനസ്സിലാക്കുക. അല്ലെങ്കിൽ ഓക്കെ. ഈ ഒരു സംഭവം എപ്പോഴും റിപ്പീറ്റായിട്ട് തല്ലും വഴക്കൊക്കെ ആയിട്ട് മടുത്തു പോയിട്ടുണ്ടാകാം റിലേഷൻഷിപ്പ് തന്നെ. ഓക്കെ. അപ്പോൾ അവർക്ക് മറ്റൊരു ബന്ധം ഉണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഉണ്ട്. അല്ലെങ്കിൽ അവർക്ക് അതിനുള്ള ഒരുപാട് സാധ്യതകൾ കാണിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ അവർക്ക് അങ്ങനെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസൊക്കെ ഉണ്ടാകുന്നുണ്ടാകാം. അല്ലെങ്കിൽ നല്ല രീതിയിൽ അവർ അങ്ങനെ അത്തരം ബന്ധങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ടാകാം ഒരു മുൻകാഴ്ചയോടുകൂടി തന്നെ. അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പ് ബ്രേക്ക് ആയി കഴിഞ്ഞപ്പോൾ അവർ മറ്റൊരു വ്യക്തിയിലേക്ക് മനഃപൂർവ്വം പോയിട്ടുണ്ടാകാം. ഈ ഒരു ബന്ധത്തിൽ നിങ്ങളിൽ നിന്ന് മൂവ് ഓൺ ആയ ഒരു എനർജി കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. എല്ലാം ഉപേക്ഷിച്ചിട്ട് മുന്നോട്ട് പോകുന്ന ഒരു എനർജി. അപ്പോൾ ആ ഒരു റിലേഷൻഷിപ്പിൽ ടോട്ടലി ഒരു ചേഞ്ച്. പണ്ട് എങ്ങനെയൊക്കെ ആയിരുന്നു നിങ്ങളുടെ റിലേഷൻഷിപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത്, അതിൽ നിന്നെല്ലാം വിഭിന്നമായിട്ടായിരിക്കാം ഇപ്പോൾ ഈ ഒരു അവസ്ഥയിൽ നിങ്ങൾ ഇരിക്കുന്നത്. ആ വ്യക്തി നിങ്ങളെ വിട്ടുപോയത്, നിങ്ങൾ ഒരിക്കലും വിട്ടുപോകില്ല എന്ന് വിചാരിച്ചൊരു വ്യക്തിയായിരിക്കാം. നിങ്ങൾക്കിടയിൽ അത്രയധികം കോൺഫ്ലിക്റ്റ്, സംഘർഷങ്ങൾ, മത്സരങ്ങൾ, അത് പല കാരണങ്ങളുകൊണ്ടായിരിക്കാം. പലതരം കാരണങ്ങൾ അതിനുണ്ടാകാം. ബ്ലാക്ക് മാജിക് ഉണ്ടാകാം, നെഗറ്റീവ് എനർജീസ് പറയുന്നുണ്ട്, ഡെവിൾ കാർഡൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ എന്താ പറയുക, ഇതിൽ ഏത് തരത്തിൽ വിജയിക്കണമെന്ന രീതിയിൽ ചിലപ്പോൾ നിങ്ങളുടെ ഈ ഒരു ബന്ധത്തിന് ഇല്ലാതാക്കിയതാകാം. അല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധത്തിന് ഇഷ്ടപ്പെടാത്ത മറ്റു വ്യക്തികളുടെ കാര്യങ്ങളായിരിക്കാം. ഇത് കൂടുതലും വിവാഹേതര ബന്ധങ്ങൾ കാര്യങ്ങളൊക്കെ ആവാനുള്ള ഒരു സാധ്യത കാര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാ തരത്തിലും വഴക്കുകൾ, ഒട്ടും ഓക്കെ അല്ലാതെ സ്ട്രെങ്ത് ഇല്ലാതെ പോകുന്ന ഒരു റിലേഷൻഷിപ്പിനെയാണ് അങ്ങനെയാണ് ആ വ്യക്തി നിങ്ങളിൽ നിന്ന് പിരിഞ്ഞു പോയത്. നിങ്ങൾക്കിടയിൽ ഇത്തരം കാര്യങ്ങളൊക്കെ ആയിരിക്കും ഉണ്ടായിരിക്കുക. ബ്ലാക്ക് മാജിക് ഒക്കെ ഉണ്ടാവാനുള്ള ഒരു സാധ്യത കാര്യങ്ങളൊക്കെ ഉണ്ട്. ഡെവിള്, അങ്ങനെ സെക്ഷലി മെൻ്റലി ഒക്കെ എല്ലാ തരത്തിലും നിങ്ങൾ നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന വ്യക്തികളായിരിക്കാം. നിങ്ങൾക്കിടയിൽ വളരെ പെട്ടെന്നൊരു പ്രശ്നങ്ങൾ കാര്യങ്ങൾ അല്ലെങ്കിൽ തേർഡ് പാർട്ടി ഇഷ്യൂസൊക്കെ ഉണ്ടായി നിങ്ങൾക്കിടയിൽ പ്രശ്നം ഉണ്ടായിട്ട് നിങ്ങൾ പരസ്പരം എന്താ പറയുക പിരിഞ്ഞു പോയതായിരിക്കാം. അത്തരം സാഹചര്യങ്ങൾ ഉണ്ടാകാം. അല്ലെങ്കിൽ ആ ഒരു വ്യക്തിക്ക് ഒരുപാട് മൾട്ടിപ്പിൾ പ്രയോറിറ്റീസ് ഉണ്ടാകാം. വേറെ ഫാമിലി ഉണ്ടാകാം, വേറെ പെണ്ണുങ്ങളായിട്ടുള്ള അല്ലെങ്കിൽ ആണുങ്ങളായിട്ടുള്ള റിലേഷൻഷിപ്പ്, മറ്റു വ്യക്തികളായിട്ടുള്ള റിലേഷൻഷിപ്പുകൾ കാര്യങ്ങളുണ്ടാകാം. അത് പിടിക്കപ്പെട്ടിട്ടുണ്ടാകാം. അത്തരം സാധ്യതകളൊക്കെ പറയുന്നുണ്ട്. അല്ലെങ്കിൽ അതും ഇതും എല്ലാം കൂടി ഒരുമിച്ച് കൊണ്ടുപോകുന്ന ഒരു അവസ്ഥ കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ടാകാം. ചിലപ്പോൾ നിങ്ങളാകാം, അല്ലെങ്കിൽ അവരായിരിക്കാം. ഇതെല്ലാം കണ്ടുപിടിച്ചപ്പോഴായിരിക്കും നിങ്ങൾക്കിടയിൽ ഇത്ര ഇഷ്യൂസ് ഉണ്ടായിട്ട് അവർ നിങ്ങളെ വിട്ടുപോയി നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷൻ കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ടായിട്ടുള്ളത്.
ഒരുപാട് പ്രയോറിറ്റീസ് അതിനനുസരിച്ചിട്ട് സമയത്തിനെ മാനേജ് ചെയ്യുന്ന അവസ്ഥ കാര്യങ്ങളെല്ലാം തന്നെ പറയുന്നുണ്ട്. അല്ലെങ്കിൽ അവരിപ്പോൾ പോയിട്ടുള്ള ഒരു ബന്ധത്തിലേക്ക് അവർ പൂർണ്ണമായിട്ട് ഒഴുകിച്ചേർന്നു എന്ന് തന്നെ പറയാം. കാരണം ഒഴുകിച്ചേർന്നു എന്ന് പറയുകയാണെങ്കിൽ ഓക്കെ, അവർക്ക് നിങ്ങളുടെ അടുത്തതിനേക്കാൾ ബെറ്റർ ആയിട്ടാണ് അല്ലെങ്കിൽ ഇപ്പോൾ ഉള്ള സ്ഥലം തോന്നുന്നത് എന്ന രീതിയിലുണ്ട്. എന്താ പറയുക, ഏതെങ്കിലും തരത്തിലുള്ള അഡിക്ഷൻ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഒരു ബന്ധത്തിലുണ്ടാക്കാം. മെൻ്റലി, സെക്ഷലി, ആൽക്കഹോളിക്, ഡ്രഗ്സ്, അങ്ങനെ എന്തും വരാം. ഓക്കെ, അത്തരം സാഹചര്യം ഒരു ആശ്രയിച്ച് നിൽക്കുന്നൊരവസ്ഥ, ടോക്സിക് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ആയിരിക്കും കൂടുതൽ പേർക്ക്. ഇപ്പോൾ നിങ്ങൾ ആ മനസ്സിൽ ഉദ്ദേശിച്ച വ്യക്തി ഉണ്ടല്ലോ, അവർക്ക് ഇപ്പോൾ വേറൊരു ബന്ധം ഉണ്ടാവാം, നിങ്ങളായിട്ടുള്ളൊരു സമയത്ത് ഒരുപാട് ടോക്സിക് കാര്യങ്ങളായിരിക്കും, മത്സരങ്ങളൊക്കെ ഉണ്ടാകാം, പൊസസീവ്നെസ്, ഈഗോ, ട്രസ്റ്റ് ഇഷ്യൂ, എപ്പോഴും വഴക്കുകൾ കാര്യങ്ങളൊക്കെ ആയിരിക്കും. പണ്ട് പറഞ്ഞിരുന്ന എന്തൊരു കാര്യം ഇപ്പോൾ ഓക്കെ അല്ലാതിരിക്കുന്ന ഒരവസ്ഥ. കാരണം ആ ഒരു റിലേഷൻഷിപ്പ് പൂർണ്ണമായിട്ടൊരു പ്രതിരോധത്തിലാണ്, ഒരു മത്സരങ്ങളാണ്. ഓക്കെ, പ്രതിരോധിച്ച് ഒരു കൺട്രോൾ ചെയ്ത് ബുദ്ധിമുട്ടി നമ്മളെന്താ പറയുക അങ്ങനെ കൊണ്ടുപോകുന്നൊരവസ്ഥ, അത്തരം കാര്യങ്ങളൊക്കെയാണ് ആ കാർഡ് പറയുന്നത്. ഇപ്പോൾ നിങ്ങൾ ആ മനസ്സിൽ ഉദ്ദേശിക്കുന്ന വ്യക്തി എന്ത് തന്നെയാണെങ്കിൽ സന്തോഷത്തിലാണോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും അവരൊരു പാർട്ടി, ഫ്രണ്ട്ഷിപ്പ് കാര്യങ്ങൾ, കമ്മ്യൂണിറ്റി, അങ്ങനെ ഒരു ഹാപ്പിനെസ്സിൽ തന്നെയാണ് അവർ പോകുന്നത്. ചിലപ്പോൾ അവർ വേറെ വ്യക്തിയിലോട്ട് എത്തിയിട്ടുള്ളത് ഇതേപോലെ തന്നെ അവർ ഒരു ഫ്രണ്ട് സർക്കിളോ സോഷ്യൽ മീഡിയയോ അങ്ങനെ ഇത്തരത്തിൽ കണ്ടുമുട്ടിയൊരു വ്യക്തിയായിട്ടായിരിക്കാം. എന്താണെങ്കിലും നിങ്ങളെ വിട്ടുപോയ, ഇപ്പോൾ നമ്മൾ ഇത്രയും കാർഡ് എടുത്തപ്പോൾ 12 കാർഡ് എടുത്തപ്പോൾ നിങ്ങളെ വിട്ടുപോയ അവർക്ക് ഇപ്പോൾ വേറൊരു ബന്ധമുണ്ടോ എന്ന് ചോദിച്ചാൽ യെസ് എന്നാണ് പറയുന്നത്. എന്ത് തന്നെയാണെങ്കിൽ നിങ്ങളുടെ ബന്ധത്തിലെ ഇഷ്യൂസ് ഇതൊക്കെ തന്നെയാണ്. കുറേ ഇഷ്യൂസ് ഇത് കാർഡുകളിൽ പറയുന്നുണ്ട്. അവരുടെ ബന്ധത്തിൽ അവർ ഹാപ്പി ആയിട്ട് പോകുന്നതാണ് മനസ്സിലാകുന്നത്. അപ്പോൾ ഇത്തരത്തിൽ നിങ്ങൾ ഈ റീഡിങ്ങിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ സാഹചര്യങ്ങളായിട്ട് മേ ബി റെസനേറ്റ് ആകുന്നുണ്ടാകാം. പക്ഷേ നിങ്ങളുടെ ആക്യുറേറ്റ് എനർജി അല്ല, ജസ്റ്റ് ഒരു വീഡിയോ മാത്രമാണ്. നിങ്ങളുടെ വ്യക്തമായ എനർജി അറിയാൻ പേഴ്സണൽ റീഡിങ് തന്നെ എടുക്കണം. അപ്പോൾ ഇതിൽ നമ്മൾ ഒരു കാര്യങ്ങളെ ഫോഴ്സ് ചെയ്ത് റെസനേറ്റ് ചെയ്യേണ്ട എന്ന് ചുരുക്കം. നമ്മുടെ മറ്റേ പഴയ ചാനലിൽ മിഷാനി 111 ഡയറക്റ്റിൽ നമ്മൾ ഒരുപാട് റീയൂണിയൻ വീഡിയോസ്, തേർഡ് പാർട്ടി മാറിപ്പോകാനുള്ള വീഡിയോസ്, കാര്യങ്ങൾ ഇതെല്ലാം പല ടോപ്പിക്കിൽ ചെയ്തിട്ടുണ്ട്. ചാനലിൽ പോയി നോക്കിയാൽ കാണാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് പുതിയ ടോപ്പിക്കിൽ എന്തെങ്കിലും വീഡിയോസ് വേണമെങ്കിൽ പറയാവുന്നതാണ്. നമ്മൾ വീഡിയോസ് ചെയ്യുന്നതാണ്. പേഴ്സണൽ റീഡിങ് അവൈലബിൾ ആണെന്ന് പറഞ്ഞു താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ പറയുമ്പോൾ പോസിറ്റീവും നെഗറ്റീവും പറയും കേട്ടോ. താല്പര്യമുള്ളവർ മാത്രം വരാം. ഒരാളെ ഫോഴ്സ് ചെയ്തിട്ട് റീഡിങ്ങിന് വേണ്ടി വിളിക്കുന്നില്ല. നിങ്ങൾക്ക് എവിടെയാണോ റിസണേറ്റ് ആവുന്നത് അവിടെ പോയി റീഡിങ് എടുക്കുക. കേൾക്കുമ്പോൾ പോസിറ്റീവ് മാത്രം കേട്ട് പോരാതെ പോസിറ്റീവും നെഗറ്റീവും കേട്ട് അതിനെ ഉൾക്കൊണ്ട് മാറ്റം വരുത്താനാണ് ടാരറ്റ്. ഓക്കെ, അല്ലാതെ കണ്ടുകൊണ്ടിരുന്നാൽ നിങ്ങളിലൊരു മാറ്റം വരില്ല. ഓക്കെ, അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ ടാരറ്റൊക്കെ എന്താണെന്ന് മനസ്സിലാക്കി പോസിറ്റീവായിട്ട് ലൈഫിൽ മുന്നോട്ട് പോകാൻ ഒരു ഗൈഡൻസ് ആയിട്ട് ടാരറ്റിനെ ഉപയോഗിക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ബൈ ഫ്രം മിഷാനി.